പെരിന്തൽമണ്ണയിൽ സംഗീത പരിപാടിക്കിടയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലായി 8 പേർ അറസ്റ്റിൽ. ഇവരുൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 20 പേർക്കെതിരെയാണ് കേസെടുത്തത്. അതേസമയം സംഗീത പരിപാടിക്ക് അനുമതി തേടിയിരുന്നില്ലെന്ന് പോലീസും നഗരസഭയും അറിയിച്ചു. ഞായറാഴ്ച രാത്രി പെരിന്തൽമണ്ണ ബൈപ്പാസിലെ എക്സ്പോ ഗ്രൗണ്ടിലായിരുന്നു സംഭവം. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് ടിക്കറ്റ് വെച്ച് സംഗീത പരിപാടി നടത്തിയത്. എന്നാൽ വേണ്ടത്ര സൗകര്യമൊരുക്കാതെ കൂടുതൽ പേർക്ക് ടിക്കറ്റ് കൊടുക്കുകയും അമിത തിരക്ക് മൂലം ടിക്കറ്റ് നൽകുന്നത് നിർത്തി. ഇതോടെ മുൻപ് ടിക്കറ്റ് എടുത്തവരെ പ്രവേശിപ്പിക്കാനാകാതെ വന്നു. ഇതോടെ സംഘർഷം തുടങ്ങി. ടിക്കറ്റിന്റെ പണം തിരികെ ആവശ്യപ്പെട്ടതോടെ തുടങ്ങിയ പരിപാടി നിർത്തിവച്ചു. ഇതോടെ ജനം അക്രമാസക്തരാവുകയും ശബ്ദ സംവിധാനങ്ങൾക്കും വേദിക്കും ഉൾപ്പെടെ നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു. ഇതിനിടെ പോലീസ് എത്തി അക്രമം നടത്തിയവരെ വിരട്ടി 7 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇതോടെ സംഘർഷം അവസാനിച്ചു. കണ്ടാൽ അറിയാവുന്ന 20ഓളം പേർക്കെതിരെ ഒരു കേസും പോലീസ് നിർദ്ദേശം പാലിക്കാതെ സ്റ്റാൾ പ്രവർത്തിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിപ്പുകാരനെതിരെ മറ്റൊരു കേസുമാണ് എടുത്തിട്ടുള്ളത്. അനുവദിച്ചതിലും കൂടുതൽ വ്യാപാര സ്റ്റാളുകൾ ഒരുക്കിയതായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ പി ഷാജി പറഞ്ഞു. ഇതിന്റെ സംഘാടകർ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത് നമ്മുടെ നാട്ടിലെ അതേപോലെ തന്നെ സംസ്ഥാനത്തെ നമ്മുടെ രാജ്യത്തെ വിവിധ സംരംഭകരുണ്ട്, പ്രത്യേകിച്ച് വനിതകൾ, അതേപോലെ തന്നെ പുതിയതായിട്ടുള്ള സംരംഭകർ. അവരുടെ സംരംഭം, അവരുടെ ഉൽപ്പന്നം പരിചയപ്പെടുത്തുക, അത് വിൽക്കാനുള്ള ഒരു വിപണി തയ്യാറാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റാളുകൾ ഇടുക. ഏകദേശം 33ഓളം സ്റ്റാളുകൾ ഇട്ട് 3 ദിവസങ്ങളിലായി ടിക്കറ്റ് വെച്ച് ഈ പ്രദർശനം നടത്തുക എന്നതിനാണ് നമുക്കിവിടെ അപേക്ഷ തന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അതേപോലെ തന്നെ മറ്റ് ഫയർ, അതേപോലെ തന്നെ മറ്റു വിവിധ വകുപ്പുകളുടെ അനുമതി വാങ്ങിയതിന് ശേഷമാണ് നഗരസഭയിൽ അവരെത്തിയത്. അത് പരിശോധിച്ചതിന് ശേഷം നമ്മൾ ടെമ്പററി പെർമിറ്റ് അനുവദിക്കും. ഇത്തരത്തെ എക്സിബിഷനുമായൊക്കെ ബന്ധപ്പെട്ട് അത് അനുവദിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ മാലിന്യ സംസ്കരണമാണ് നഗരസഭ നേരിട്ടിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ പ്രോപ്പറായി ചെയ്തു വന്നിരുന്നു 2-3 ദിവസം. അവിടെ നടന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ നടന്നിട്ടുള്ള ഈ എക്സിബിഷൻ്റെ അപ്പുറത്ത് നടന്നിട്ടുള്ള ഈ മ്യൂസിക് പരിപാടി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടാണ്. അതിന് നമ്മളോട് അനുമതി ചോദിച്ചിട്ടില്ല, നമ്മൾ അനുമതി കൊടുക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് പരിശോധിച്ചതിന് ശേഷം എന്തെല്ലാം നടപടികൾ എടുക്കാൻ പറ്റുക വെച്ചാൽ അതൊക്കെ പരിശോധിച്ച് നടപടികളെടുക്കും. അനുമതിയില്ലാതെ പരിപാടി നടത്തിയതിൽ സംഘാടകർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. വ്യാപാരമേളയാണെന്ന പേരിലാണ് നഗരസഭ നൽകിയതെന്നും മാലിന്യ സംസ്കരണം അടക്കമുള്ളവയിലാണ് അനുമതി നൽകിയതെന്നും നഗരസഭ അധികൃതർ അറിയിച്ചു. സ്വകാര്യ സംരംഭക കൂട്ടായ്മയാണ് 3 ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചത്. നിസാര പരിക്കേറ്റ 4 പേർ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. CCN പെരിന്തൽമണ്ണ.